സാധാരണഗതിയിൽ താൻ പാതി ദൈവം പാതി എന്ന് പറയുക. നമ്മൾ അധ്വാനിച്ചാൽ അത്രയും തന്നെ ദൈവത്തിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ചിലർക്ക് ഈ പറഞ്ഞ അതിൽ ഭാഗ്യം വന്ന് ചേരാറുണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചത്. പക്ഷെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, സൽക്കർമ്മങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടാകാം. കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്ത ഒരാൾക്കാണെങ്കിൽ ഈ ജന്മത്തിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് മാർഗമുണ്ടാവും. സ്കന്ദഹോര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുക്ക അഗസ്ത്യ മഹർഷിയുടെ സംശയം ചോദിക്കുന്നുണ്ട്. വിഷ്ണു പക്ഷഭേദം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണല്ലേ. ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ച ദേവേന്ദ്രനെ ഏത് സമയത്തും സഹായിക്കാൻ വിഷ്ണു എത്തുന്നു. അറിയാതെ ഒന്ന് നാരായണ എന്ന് വിളിച്ചതിന് തൻ്റെ മകനെ വിളിച്ചതാണ് നാരായണ എന്ന്. അജാമിളന് മോക്ഷം കൊടുത്തു. എന്നാൽ എപ്പോഴും സർവം നാരായണായ സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മഹാബലിക്ക് ഉണ്ടായ അനുഭവം എന്താ? മഹാബലിയുടെ എല്ലാം വിഷ്ണു കവർന്നെടുത്തു. എന്നിട്ട് മഹാബലിയെ പാതാളത്തിലേക്കാക്കി. ഇതൊക്കെ ഒരു തരത്തിൽ വഞ്ചനാപ്രവൃത്തമല്ലേ കാണിക്കണേ? ചിന്തിച്ചു നോക്കുമ്പോൾ അതിന് സുബ്രഹ്മണ്യസ്വാമി മറുപടി കൊടുത്തു. വിഷ്ണു പക്ഷഭേദിയൊന്നുമല്ല. ഓരോരുത്തർക്കും അനുഭവിക്കേണ്ട കർമ്മങ്ങൾക്ക് ഫലം അതാ സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് കൊടുക്കും. ദേവേന്ദ്രൻ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് അയാളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത്രയും വിഷ്ണുവിൻ്റെ സഹായം ഉണ്ടായിട്ട് പോലും ദേവേന്ദ്രന് ഒരു സമയത്തും സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നില്ല. ഇന്ദ്രപ്പട്ടം കിട്ടിയിട്ട് പോലും സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയാത്തൊരു വ്യക്തി ദേവേന്ദ്രൻ ഉണ്ടാവുള്ളൂ. സാധാരണ ഒരാൾക്കാണെങ്കിൽ ഇത്തിരി ഒരു പ്രതാപം വന്നാൽ അവർക്ക് സന്തോഷമായി. ഇത് ദേവേന്ദ്രൻ ഇന്ദ്രപ്പട്ടം കിട്ടിയിട്ട് പോലും ദേവരാജൻ്റെ പദവി കിട്ടിയിട്ട് പോലും സ്വസ്ഥതയില്ല. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.